നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും വരണ്ട രാജ്യങ്ങളിലൊന്നായ സൗദി അറേബ്യ ദശലക്ഷക്കണക്കിന് ഗാലൻ ഉപ്പുവെള്ളം മണ്ണിനടിയിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ടെന്ന്? അതെ, നിങ്ങൾ ഈ കേട്ടത് സത്യമാണ്. ഒരിക്കൽ കടുത്ത ജലക്ഷാമത്തിൽ കുടുങ്ങിക്കിടന്ന ഈ രാജ്യം ഇപ്പോൾ അതിനെ മറികടന്നിരിക്കുന്നു. എന്നാൽ ഉപരിതലത്തിൽ ജലത്തിന് ഇത്രയധികം ആവശ്യമുള്ളപ്പോൾ എന്തിനാണ് അവർ ഭൂമിക്കടിയിൽ വെള്ളം കുഴിച്ചിടുന്നത്? സൗദി ഒരു മരുഭൂമിയാണെന്നും ലോകത്തിലെ ഏറ്റവും വരണ്ട രാജ്യങ്ങളിൽ ഒന്നാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം. ഈ പ്രതിസന്ധിക്കിടയിലും ഒരൊറ്റ സ്വാഭാവിക നദി പോലുമില്ലാതെ ഒരു ഭൂഗർഭ നദീ സംവിധാനം സൃഷ്ടിച്ച് രാജ്യം അസാധ്യമെന്ന് തോന്നുന്നത് സാധ്യമാക്കി. വിചിത്രമായി തോന്നുന്നില്ലേ? സൗദിയിൽ സ്വാഭാവിക ശുദ്ധജല സ്രോതസ്സുകളോ തടാകങ്ങളോ നദികളോ ഇല്ല. എന്നാൽ 2021 മുതൽ രാജ്യം 522 ഡാമുകൾ നിർമ്മിച്ചു. സൗദി അറേബ്യയുടെ കാര്യത്തിൽ അത്തരം ഡാമുകൾ പ്രധാനമായും മഴവെള്ളവും വെള്ളപ്പൊക്ക ജലവുമാണ് സംഭരിക്കുന്നത്. അത് പിന്നീട് ശുദ്ധീകരിച്ച് വിവിധ സംവിധാനങ്ങളിലൂടെ വിതരണം ചെയ്യുന്നു. ഈ ഡാമുകൾ പരിമിതമായ മഴയെ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നു. സൗദിയുടെ പ്രധാന ജലസ്രോതസ് ഭൂഗർഭ നദികളിൽ നിന്നല്ല, മറിച്ച് ഭൂഗർഭ തടാകങ്ങളിൽ നിന്നാണ്. അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ ഭൂഗർഭജലം. സർവേകൾ അനുസരിച്ച് സൗദിയുടെ ഭൂമിക്കടിയിൽ ഏകദേശം 26 ട്രില്യൺ ഗാലൻ വെള്ളമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അത് സത്യവുമാണ്. പക്ഷേ അത് കേൾക്കുന്നത്ര നല്ലതല്ല. കാരണം ഈ ജലത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. വർഷത്തിൽ ഏകദേശം 739 ബില്യൺ ഗാലൻ. കുടിവെള്ളത്തിനും ശുചീകരണത്തിനും മാത്രമല്ല, ജലസേചനം, വ്യവസായം, കൂടാതെ പച്ചപ്പുള്ള പാർക്കുകൾ പരിപാലിക്കൽ, കാറുകൾ കഴുകൽ തുടങ്ങിയ ആഡംബര ആവശ്യങ്ങൾക്കും വെള്ളം ഉപയോഗിക്കുന്നു. ആവശ്യം വളരെ വലുതാണ്. എന്നിട്ടും പുനരുപയോഗിക്കാവുന്ന ഭൂഗർഭജലത്തിന്റെ അളവ് പരിമിതമാണ്. സൗദി അറേബ്യയിലെ മഴ വളരെ കുറവാണെന്നതും പ്രവചനാതീതമാണെന്നതുമാണ് വെള്ളത്തിന്റെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നത്. അപ്പോൾ വെള്ളം തീർന്നാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ടാണ് രാജ്യത്തെ ജലവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിത്തമുള്ള സർക്കാർ ഏജൻസിയായ സൗദി വാട്ടർ അതോറിറ്റി ഒരു വലിയ പൈപ്പ് ലൈൻ സംവിധാനത്തിന്റെ രൂപത്തിൽ ഒരു കൃത്രിമ ഭൂഗർഭ നദി നിർമ്മിക്കാൻ ഒരുങ്ങിയത്. ഈ പൈപ്പുകൾ ഏകദേശം 8700 മൈൽ നീളത്തിൽ പരന്നുകിടക്കുന്നു. ഇത് നൈൽ നദിയേക്കാൾ നീളമുള്ളതാണ്. നൈൽ നദിക്ക് ഏകദേശം 4135 മൈൽ നീളമുണ്ട്. അതിനാൽ ഇത് അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. സൗദിയുടെ ഈ ഭൂഗർഭ നദീ നിർമ്മാണം സ്വാഭാവിക ജലപാതകളെ പോലും മറികടന്ന് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ മനുഷ്യനിർമ്മിത ജലഗതാഗത സംവിധാനങ്ങളിൽ ഒന്നാണ്. ഉപരിതല കനാലുകളിൽ നിന്നോ സാധാരണ ജല പൈപ്പുകളിൽ നിന്നോ വ്യത്യസ്തമായി ഈ പൈപ്പ് ലൈനുകളിൽ ഭൂരിഭാഗവും ഭൂമിക്കടിയിലാണ് കിടക്കുന്നത്. ഇത് ബാഷ്പീകരണം തടയാൻ സഹായിക്കുന്നു. വേനൽക്കാലത്ത് താപനില 50 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താൻ സാധ്യതയുള്ള ഒരു മരുഭൂമിയിലെ കാലാവസ്ഥയിൽ ഇത് വളരെ പ്രധാനമാണ്. യഥാർത്ഥത്തിൽ സൗദിയുടെ ജലചാനലുകൾ കൂടുതലും ഉപരിതലത്തിലൂടെയാണ് ഓടിയിരുന്നത്. ഇപ്പോൾ ഈ പുതിയ ജലപാതകളിൽ ഭൂരിഭാഗവും ഭൂമിക്കടിയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് ജലത്തിന്റെ ഗുണമേന്മ സംരക്ഷിക്കാനും ചൂടിൽ നിന്നും മലിനീകരണത്തിൽ നിന്നും സംരക്ഷിക്കാനും സഹായിക്കുന്നു. ഭൂഗർഭ നദിയുടെ മറ്റൊരു നേട്ടം ഇത് വലിയ ദൂരങ്ങളിൽ സമ്മർദ്ദവും ഒഴുക്കിന്റെ കാര്യക്ഷമതയും നിലനിർത്തുന്നു എന്നതാണ്. ഇതൊന്നും സൗദി അറേബ്യയുടെ ഏക ജലശൃംഖലയല്ല. 2019 കണക്കനുസരിച്ച് നിലവിലുള്ള ദേശീയ ജലവിതരണ ശൃംഖലയുടെ ആകെ നീളം ഏകദേശം 1.5 ലക്ഷം കിലോമീറ്റർ ആണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് ചെങ്കടൽ പൈപ്പ് ലൈൻ സംവിധാനത്തെക്കാൾ വളരെ കൂടുതലാണ്. എന്നാൽ ഇവ രണ്ടും ശ്രദ്ധേയമായ ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ശൃംഖലയിൽ കൂടുതലും ഉപരിതല നിലയിലുള്ള പൈപ്പ് ലൈനുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവ ഭൂമിക്കു മീതെ അല്ലെങ്കിൽ ആഴം കുറഞ്ഞ നിലയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ അവ കഠിനമായ കാലാവസ്ഥ, ഉയർന്ന ബാഷ്പീകരണം, കേടുപാടുകൾ എന്നിവയ്ക്ക് കൂടുതൽ വിധേയമാണ്. എന്നാൽ പുതിയ ചെങ്കടൽ ജല പൈപ്പ് ലൈൻ സംവിധാനം ആഴത്തിൽ ഭൂമിക്കടിയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഇതൊരു അദൃശ്യ നദിയാണ്. ഇത് ശുദ്ധീകരിച്ച വെള്ളം സംരക്ഷിക്കുകയും സമ്മർദ്ദം നൽകുകയും വലിയ ദൂരങ്ങളിലേക്ക് ഉൾനാടൻ നഗരങ്ങളിലേക്കും വ്യാവസായിക മേഖലകളിലേക്കും എത്തിക്കുകയും ചെയ്യുന്നു. പരിമിതമായ പ്രകൃതിദത്ത ജലസ്രോതസ്സുകളും റിയാദ്, ജിദ്ദ, മക്ക തുടങ്ങിയ വളരുന്ന നഗര കേന്ദ്രങ്ങളും ഉള്ളതിനാൽ കടലിൽ നിന്ന് വെള്ളം വീണ്ടെടുക്കാൻ രാജ്യത്തിന് സുരക്ഷിതവും വിശ്വസനീയവുമായ ഒരു മാർഗം ഒടുവിൽ ലഭിച്ചു. സൗദിയുടെ ഈ ഭൂഗർഭ നദി നിർമ്മിച്ചവർക്ക് നേടേണ്ടി വന്ന അവിശ്വസനീയമായ നേട്ടം നമുക്ക് മറക്കാൻ കഴിയില്ല. സൗദി അറേബ്യയുടെ ഭൂഗർഭ നദിയുടെ നിർമ്മാണം ഒരു വലിയ എഞ്ചിനീയറിംഗ് നേട്ടമായിരുന്നു. ചെങ്കടലിൽ നിന്നും പേർഷ്യൻ ഗൾഫിൽ നിന്നും ഉൾനാടൻ നഗരങ്ങളിലേക്ക് വെള്ളം എത്തിക്കുമ്പോൾ എഞ്ചിനീയർമാർ ഹിജാസ് പർവ്വതങ്ങളിലൂടെ പാതകൾ നിർമ്മിച്ചു. പാറക്കെട്ടുകളിലൂടെ തുരങ്കം വെക്കുന്ന യന്ത്രങ്ങളും നിയന്ത്രിത സ്ഫോടനങ്ങളും അവർ ഉപയോഗിച്ചു. ഈ പാറകൾ കട്ടിയുള്ള ഗ്രാനൈറ്റും ചുണ്ണാമ്പുകല്ലും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് കനത്ത പ്രതിരോധം സൃഷ്ടിച്ചു. 2 മീറ്ററിലധികം വീതിയുള്ള പൈപ്പുകൾ പോലും സ്ഥിരമായ മർദ്ദം ഉറപ്പുവരുത്തുന്നതിനും ചോർച്ചയോ തകർച്ചയോ ഉണ്ടാകാനുള്ള സാധ്യത
ഒഴിവാക്കുന്നതിനും കൃത്യമായി സ്ഥാപിച്ചു. പർവ്വതങ്ങൾ നിറഞ്ഞ ഭൂമി വൃത്തിയാക്കിയ ശേഷം നിർമ്മാണ ടീമുകൾക്ക് കഠിനമായ അറേബ്യൻ മരുഭൂമിയെ അഭിമുഖീകരിക്കേണ്ടി വന്നു. സൗദി അറേബ്യയുടെ മധ്യഭാഗത്തുള്ള രാജ്യങ്ങളിൽ വേനൽക്കാലത്ത് ചൂട് മിക്കവാറും 50 ഡിഗ്രി സെൽഷ്യസ് കവിയുന്നു. ഇത് ദൈനംദിന പ്രവർത്തനങ്ങൾ വളരെ അപകടകരമാക്കുന്നു. തൊഴിലാളികൾ അതിരാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. എന്നാൽ ചൂട് മാത്രമല്ല വെല്ലുവിളി. മണൽക്കുന്നുകൾ മാറൽ, പൊടിക്കാറ്റ്, ഇടയ്ക്കിടെയുള്ള പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം എന്നിവ നിർമ്മാണത്തിന്റെ പ്രവചനാതീതത വർദ്ധിപ്പിച്ചു. ഭൂമിക്കടിയിൽ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നത് ബാഷ്പീകരണം കുറയ്ക്കുകയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കേടുപാടുകളിൽ നിന്ന് സിസ്റ്റത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിന് ആഴത്തിലുള്ള കുഴിയെടുക്കലും മണ്ണിന്റെ സ്ഥിരത ഉറപ്പാക്കലും ആവശ്യമാണ്. ഭൂഗർഭ ജലചാനൽ കടൽവെള്ളം പമ്പ് ചെയ്യുന്നു. പക്ഷേ ചെങ്കടലിൽ നിന്നോ ഗൾഫിൽ നിന്നോ എടുക്കുന്ന വെള്ളം ഉപ്പുവെള്ളമാണെങ്കിൽ അത് ജനസംഖ്യയെ എങ്ങനെ സഹായിക്കും? കുടിക്കാൻ സുരക്ഷിതമാക്കാൻ കടൽവെള്ളത്തിൽ നിന്ന് ഉപ്പും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ശുദ്ധീകരണം. ശുദ്ധജലം കുറവുള്ള രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സൗദിയെപ്പോലെ വലിയ ഉപ്പുവെള്ള പ്രദേശങ്ങൾക്കിടയിലുള്ള രാജ്യങ്ങളിൽ ഇത് വളരെ നൂതനമായ ഒരു ജലപരിഹാരമാണ്. ചെങ്കടലിൽ നിന്നോ ഗൾഫിൽ നിന്നോ ഉള്ള കടൽവെള്ളത്തെ ഉപയോഗയോഗ്യമായ ശുദ്ധജലമാക്കി മാറ്റിക്കൊണ്ട് കുടിവെള്ളമായി ഉപയോഗിക്കാനുള്ള പ്രശ്നം ശുദ്ധീകരണ പ്ലാന്റുകൾ പരിഹരിക്കുന്നു. എന്നിരുന്നാലും ശുദ്ധീകരണം ഒരു നല്ല കാര്യം മാത്രമല്ല, അതിന് അതിന്റേതായ ദോഷങ്ങളുമുണ്ട്. ഉപ്പുവെള്ളത്തെ ശുദ്ധജലമാക്കുമ്പോൾ നിർഭാഗ്യവശാൽ ധാരാളം ഊർജം ആവശ്യമാണ്. ഇത് വളരെ ചെലവേറിയതും സ്വന്തമായി പാരിസ്ഥിതിക വെല്ലുവിളികൾ ഉണ്ടാക്കുന്നതുമാണ്. വളരെയധികം ഊർജം ആവശ്യമുള്ള പ്രക്രിയയായതിനാൽ ഇത് വലിയ അളവിൽ വൈദ്യുതി ഉപയോഗിക്കുന്നു. മിക്കപ്പോഴും പുനരുപയോഗിക്കാൻ കഴിയാത്ത സ്രോതസ്സുകളിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. അതുകൊണ്ട് പരമ്പരാഗത ജലസ്രോതസ്സുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ ചെലവേറിയ ഒരു രീതിയാണ്. ഇതിന് ചിലപ്പോൾ 3 മുതൽ 10 മടങ്ങ് വരെ കൂടുതൽ ചെലവ് വരും. ഞെട്ടിക്കുന്നതല്ലേ? കൂടാതെ ശുദ്ധീകരണം പരിസ്ഥിതിയെ അപകടത്തിലാക്കുന്നു. ഉപ്പുവെള്ളം സാന്ദ്രീകരിച്ച ഉപോൽപ്പന്നമായ ബ്രൈൻ നീക്കം ചെയ്യുന്നത് ഒരു പ്രധാന ആശങ്കയാണ്. ഇത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കടൽ ജീവികൾക്ക് ദോഷം വരുത്തും. ഈ ഘടകങ്ങളൊക്കെ ഉണ്ടെങ്കിലും സൗദി ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശുദ്ധീകരിച്ച വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. ലോകത്തിലെ അടുത്ത 3 വലിയ ശുദ്ധീകരണ പ്ലാന്റുകൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഗൾഫ് മേഖല ഇപ്പോഴും മുന്നിലാണെന്ന് കാണിക്കുന്നു. എന്നിരുന്നാലും സൗദി അറേബ്യ ഇപ്പോഴും മുന്നിലാണ്. ജുബൈൽ നഗരത്തിലെ മറ്റൊരു പ്രധാന പ്ലാന്റ് പ്രതിദിനം ഏകദേശം 211 ദശലക്ഷം ഗാലൻ ഉൽപ്പാദിപ്പിക്കുന്നു. നിങ്ങൾ മറ്റു രാജ്യങ്ങളുമായി ശ്രദ്ധാപൂർവം താരതമ്യം ചെയ്യുമ്പോൾ സൗദി അറേബ്യയുടെ ശുദ്ധീകരണത്തിലെ പുരോഗതിക്ക് തുല്യമായി മറ്റൊന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇസ്രായേൽ, ഓസ്ട്രേലിയ, UAE തുടങ്ങിയ രാജ്യങ്ങൾ വലിയ നടപടികൾ കൈക്കൊള്ളുന്നുണ്ടെങ്കിലും സൗദി ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നു. സൗദി അറേബ്യയുടെ ഗ്രീനിംഗ് ഇനിഷ്യേറ്റീവ് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി പുനഃസ്ഥാപന പരിപാടികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. മരുഭൂവൽക്കരണത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതിനായി സൗദി അറേബ്യ ആരംഭിച്ച അതിമഹത്തായ പാരിസ്ഥിതിക സംരംഭമാണ് ഗ്രീനിംഗ് ഇനിഷ്യേറ്റീവ്. രാജ്യത്തിന്റെ 30% ഭൂമിയെ സംരക്ഷിക്കാനും അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 10 ബില്യൺ മരങ്ങൾ നടാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 184 ദശലക്ഷം ഏക്കർ ഭൂമിക്ക് പച്ചപ്പ് നൽകുന്നതിലൂടെ മരുഭൂമിയുടെ വ്യാപനം തടയുകയും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷ മെച്ചപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ ഈ സംരംഭം നഗരങ്ങളിലെ വായുവിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും PM 2.5 പോലുള്ള ദോഷകരമായ കണികകളെ കുറയ്ക്കുന്നതിലൂടെ ആരോഗ്യപരമായ ആനുകൂല്യങ്ങൾ നൽകുകയും താപനില കുറഞ്ഞത് 2.2 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. 2024 കണക്കനുസരിച്ച് ദശലക്ഷക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ച ഈ പദ്ധതി ഭാവി തലമുറകൾക്ക് വേണ്ടിയുള്ള സുസ്ഥിരതയിലേക്കുള്ള സൗദിയുടെ സ്വത്വപരമായ പരിവർത്തനത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് അറിവ് പകർന്നു തന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നതുവരെ ശുഭദിനം.